ഹായ്, നമുക്ക് പറശ്ശിനിക്കടവ് അമ്പലം വരെ പോയി വന്നാലോ? ഇപ്പോൾ നമ്മൾ പറശ്ശിനിക്കടവിലേക്കുള്ള വഴിയാണ്. വളവട്ടണം പുഴയ്ക്ക് കുറുകെയുള്ള ഈ പാലം കടന്നാണ് നമ്മൾ അവിടെ പോകുന്നത്. ഈ പാലത്തിൽ നിന്ന് നോക്കിയാൽ പുഴയോട് ചേർന്ന് നിൽക്കുന്ന പറശ്ശിനിക്കടവ് അമ്പലം നല്ല ഭംഗിയായി കാണാൻ സാധിക്കും. കണ്ണൂർ ജില്ലയിലെ ആന്തൂർ നഗരസഭയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ജാതിമത ഭേദമന്യേ എല്ലാവരും ഇവിടെ എത്തിച്ചേരാറുണ്ട്. ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ്, അതുകൊണ്ടാവാം പുറത്ത് വാഹനങ്ങളൊക്കെ കുറച്ച് കുറവാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ഈ റോഡ് മാർഗമായിരുന്നില്ല, ആ കടവ് കടന്നാണ് ഭക്തർ ഇവിടെ എത്താറുണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. വാഹനം പാർക്കിങ്ങിൽ നിർത്തി ഞങ്ങൾ അമ്പലത്തിലേക്ക്. വർഷത്തിൽ ചില പ്രത്യേക ദിവസങ്ങളിലൊഴികെ എല്ലാ ദിവസവും ഇവിടെ തെയ്യക്കോലങ്ങൾ കെട്ടിയാടാറുണ്ട്. ക്ഷേത്രത്തിന് അകത്തേക്ക് കടന്നാൽ ഈ വലതുവശത്ത് കാണുന്ന സ്ഥലത്താണ് പ്രസാദം നൽകുന്ന സ്ഥലം ഉള്ളത്. അതിനു മുന്നിലായി ഒരു ഓഫീസും കാണാം. ഓഫീസിൻ്റെ അകത്ത് ചുവരിൽ ഒരുപാട് ഫോട്ടോകൾ ഫ്രെയിം ചെയ്ത് വെച്ചിട്ട് കണ്ടു. ഇതൊക്കെ ഇവിടെയുള്ള പഴയ സ്ഥാനികന്മാരുടെ ഫോട്ടോസാണ് എന്നാണ് തോന്നുന്നത്. അവിടെ ചോദിച്ചപ്പോൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അവിടെ നിന്ന് വഴിപാട് രസീത് മുറിച്ച് ഞങ്ങൾ പുറത്തേക്കിറങ്ങി. സാധാരണ ഞങ്ങളിവിടെ വരുമ്പോൾ ഒരു മോശമില്ലാത്ത തിരക്കുണ്ടാവാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വലിയ തിരക്കൊന്നും കണ്ടില്ല. ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് നടന്നു. പുഴയോട് ചേർന്നാണ് ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ മുൻവശം വരുന്നത്. പുഴയിലിറങ്ങി കാലൊക്കെ ഒന്ന് കഴുകി ക്ഷേത്രത്തിലെ അകത്ത് കയറി. അകത്ത് പിന്നെ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു. ഫോട്ടോഗ്രാഫ്സ് അവിടെ അലൗഡ് അല്ലാത്തതുകൊണ്ട് അകത്തുനിന്നുള്ള ഫോട്ടോസൊന്നും ഞങ്ങൾ എടുത്തില്ല. ക്ഷേത്രത്തിനകത്ത് കുറച്ച് സമയം ചെലവഴിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തേക്കിറങ്ങി. എല്ലാ ദിവസവും ഉച്ചയ്ക്കും രാത്രിയും ഇവിടെ പ്രസാദ സദ്യ ഉണ്ടാവാറുണ്ട്. അതിനായി വിശാലമായ ഊട്ടുപുരയും ഇവിടെ ഉണ്ട്. മുൻവശത്തുള്ള പുഴയോട് ചേർന്ന് ഇരിപ്പിടങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ബോട്ടിങ്ങൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ട് ബോട്ടിങ്ങൊന്നും ഇന്നില്ല. ഇവിടെ നിന്ന് നല്ല വൃത്തിയായി ഒരു ഫോട്ടോസ് എടുത്താൽ അമ്പലത്തിൻ്റെ നല്ലൊരു വ്യൂ കിട്ടുന്നതാണ്. ഇവിടെ വരുന്ന ഭക്തർക്കെല്ലാം പ്രസാദമായി മമ്പയറും തേങ്ങാക്കൊത്തും ആണ് ഇവിടെ നിന്ന് നൽകുന്നത്. ഞങ്ങൾ പ്രസാദവും വാങ്ങി പ്രസാദം കഴിച്ച് കൂടെ ഒരു ചായയും ലഭിക്കും. ചായയും കുടിച്ച് ഞങ്ങൾ ക്ഷേത്രത്തിനകത്ത് കുറച്ച് സമയം ചെലവഴിച്ചതിന് ശേഷം പുറത്തേക്കിറങ്ങി. പുറത്ത് വഴിയുടെ ഇരുവശങ്ങളിലുമായി ഒരുപാട് കടകളൊക്കെയുണ്ട്. കടകളിൽ നിന്ന് ചെറിയ പർച്ചേസിംഗ് ഒക്കെ നടത്തി ഇന്നത്തെ ദിവസം വൈകുന്നേരം ഇവിടെ ചെലവഴിച്ച് മനസ്സിൽ ഒരുപാട് സന്തോഷത്തോടെ ഞങ്ങൾ വീട്ടിലേക്ക്